കണ്ണൂരിൽ മരിച്ച ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മലയാലപ്പുഴയിലെ കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തും. മലയാലപ്പുഴയിലെ സ്വന്തം വീട്ടിലെത്തിയാകും മൊഴിയെടുക്കുക. അതേസമയം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തെരഞ്ഞെടുക്കുകയാണ്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് അരുൺ. യഥാർത്ഥത്തിൽ ഈ അന്വേഷണ സംഘത്തെക്കുറിച്ചൊക്കെ കുടുംബത്തിന് നല്ല പരാതിയുണ്ട്. ആ വേളയിലാണ് ഇപ്പോൾ അവർ പത്തനംതിട്ടയിൽ എത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ അന്വേഷണ സംഘം നീതി കാണിക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. കാരണം ബന്ധുക്കളെ അറിയിക്കാതെ കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തു എന്നുള്ള രീതിയിലുള്ള പരാതികളാണ് വരുന്നത്. അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നത്. നേരത്തെ ടൗൺ SHOയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വം നൽകുന്ന ഈ പ്രത്യേക സംഘം രൂപീകരിച്ചതിന് ശേഷവും ഈ കേസിൽ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന ആരോപണം ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിൽ, തലശ്ശേരി കോടതിയിൽ ഇതിൻ്റെ വാദം, ഈ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്ന ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതൊരു ആത്മഹത്യ പ്രേരണ കുറ്റം എന്നതിനപ്പുറത്തേക്ക് ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തന്നെ നവീൻ ബാബുവിനെതിരെ ഉന്നയിച്ചിട്ടുള്ള പരാതി, നൽകിയിട്ടുള്ള പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബിനാമി ഇടപാട് ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതൊന്നും അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഈ SIT രൂപീകരിച്ചതിന് ശേഷവും വന്നിട്ടില്ല എന്നതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള അന്വേഷണം ഇതിൽ നടക്കണം. ആ തരത്തിൽ കൂടുതൽ, അതായത് നേരത്തെ നമുക്കറിയാം ജില്ലാ കളക്ടറുടെ സംശയ നിഴലുള്ളൊരു മൊഴിയുണ്ട്. നവീൻ ബാബു കുറ്റസമ്മതം നടത്തി എന്ന തരത്തിലുള്ള മൊഴിയുണ്ട്. അതിലും വ്യക്തത വരുത്താൻ ഇതുവരെ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. വീണ്ടും ജില്ലാ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തുമോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അതിനിടെയാണ് ഈ വിവാദ പെട്രോൾ പമ്പിനായി NOC അപേക്ഷ നൽകിയിട്ടുള്ള TV പ്രശാന്തൻ്റെ മൊഴി അന്വേഷണ സംഘം ഇന്നലെ രേഖപ്പെടുത്തിയത്. ടൗൺ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് TV പ്രശാന്തൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. TV പ്രശാന്ത് അതിനുശേഷം പ്രതികരിച്ചത് വിചിത്രമായൊരു പ്രതികരണം കൂടി നടത്തി. തനിക്ക് 2 ഒപ്പുണ്ട്, ഈ പരാതി നൽകിയത് താൻ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്, തനിക്ക് 2 ഒപ്പുണ്ട്, പാട്ടക്കരാറിലെ വേറെ ഒപ്പാണ്, ഈ പരാതിയിലെ വേറെ ഒപ്പാണ് എന്ന വിചിത്രമായിട്ടുള്ള ഒരു പ്രതികരണം കൂടി TV പ്രശാന്തൻ നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടി മൊഴിയെടുക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗൂഢാലോചന ഉൾപ്പെടെ വിശാലമായ അന്വേഷണത്തിലേക്ക് ഇനി ഈ പ്രത്യേക സംഘം കടക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറുടെ മൊഴിയും ഇനി വീണ്ടും രേഖപ്പെടുത്താനുള്ള സാധ്യത കൂടി ഇപ്പോൾ മുന്നിൽ കാണുന്നു. താങ്ക് യു അരുൺ.